ഇജാണ് ഇജന്നെയാണ് എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും. ഇജന്നെയാണ് ഞാൻ എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും. ഇജന്നെ എന്താ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? സബ്സ്ക്രൈബേഴ്സിനോട് ഈ വണ്ടി ഉണ്ടാവും ഇത്ര വേഗം 2 കഷ്ണാക്കി ഇട്ടുവിന്. പിന്നെ ആരാണ്? ആദ്യമല്ല ദാനു. ഹായ്. അപ്പൊ ബസ് ആക്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തുസേ എന്താ പരിപാടി? എന്താ വെള്ളപ്പാണ്? പിന്നെ ഇതെന്താ ഐറ്റം? ഇറാനി പോള. അപ്പൊ ഇന്ന് വെറൈറ്റി സ്പെഷ്യലാണ് കേട്ടോ. ഇറാനി പോള ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മുത്തല സ്നാക്സിന്. മറിച്ചിടാൻ കഴിയണില്ലാന്നോ? അയക്കണോ? അതിനാക്കാരെ ചിന്നെ വിളിച്ചിട്ടുണ്ടാവല്ലേ? എന്ത് കറിയാണ്? ചിക്കൻ സ്റ്റൂ. എന്താ ഫുള്ള് വെറൈറ്റി ആണോ മുത്തൂസേ? നോരത്തെ കണ്ട സ്കൂളിൽ പോവാണ്ട് കളത്തിനെ കാട്ടി നടക്കണോ? പനിയൊന്നുമില്ല. വെള്ളം 3-4 ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ. അവന്റെ ഡ്രസ്സുകളൊക്കെ അലക്കാനും യൂണിഫോം 2-3 ഉണ്ടായിരുന്നൊക്കെ അലക്കാൻ വേണ്ടി ഇട്ടോണ്ട് ഇന്ന് വെള്ളം വന്നിട്ടോ. പിന്നെ അവർക്ക് മടിച്ചിട്ട് കൊറേ ദിവസമായി പോണില്ല. അപ്പൊ ഇന്ന് വെള്ളം വന്നിട്ടോ. ഇന്ന് രാവിലെ 5 മണിക്ക് വെള്ളം വന്നു. 3 ടാങ്ക് നിറച്ച് വെച്ചു. മുത്തൂസ് ഇവിടെ ഒക്കെ മുറ്റത്തൊക്കെ ഞാൻ കാണിച്ചത്. മുറ്റത്തൊക്കെ പാത്രത്തിലും വാഷിംഗ് മെഷീനിലും ഒക്കെ എല്ലാത്തിലും വെള്ളം നിറച്ച് വെക്കുന്നത്. ഞാൻ ആഴ്ചയിൽ 1 ദിവസം വെള്ളം വരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ വെള്ളം നിറച്ച് വെച്ചിരിക്കണം. ഫുള്ള് ഇതിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിരിക്കണു. അതേപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇതാ കണ്ടോ? നിങ്ങളവിടെ ആരോടെങ്കിലും വാഷിംഗ് മെഷീനിൽ വെള്ളം നിറച്ചിരിക്കണോ? വാഷിംഗ് മെഷീനിൽ വെള്ളം നിറച്ച് വെച്ചേക്കണോ? അങ്ങനെ തുടങ്ങിയിട്ടാ എല്ലാം വെള്ളം ഫുള്ള് നിറച്ച് വെച്ചേക്കണോ? അല്ല ദിവസം പിന്നെ പറയുമ്പോ ഞാൻ മനസ്സിലാവാത്തൊരു കാര്യമാണ്. പോലെ പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലും വെള്ളം വരുള്ളൂ. വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് കൂട്ടാനാണ് ഞാൻ ഇവിടെ വിളിച്ചേക്കിന് പറഞ്ഞത്. എത്ര ഇച്ചിരി സ്റ്റോറേജ് കൂട്ടുക? ഞാൻ ചോദിച്ചു ഏകദേശം ഒരു ആവറേജ് ഒരു വീട്ടിൽ എത്ര വെള്ളം നിങ്ങളൊക്കെ ഉപയോഗിക്കലും വെച്ചേക്കുന്നു എന്നോട് പറഞ്ഞേ. ഒരു ദിവസം ഏകദേശം ഒക്കെ 1000 ലിറ്റർ ഞങ്ങളൊക്കെ ഉപയോഗിക്കലായിരുന്നു. ഈ 1000 ലിറ്റർ ഒരു ദിവസം വെച്ചിട്ട് 7 ദിവസത്തിന് 7000 ലിറ്റർ വേണ്ടേ? എന്താ കാട്ടുന്നത്? ഞാൻ സഹായിക്കാൻ വന്നത്. അപ്പൊ ഏകദേശം 7000 ലിറ്റർ വെള്ളം വേണം ഒരാഴ്ചക്ക് ഈ കണക്കൂട്ടുമ്പോ. ഈ 7000 ലിറ്റർ വെള്ളത്തിനുള്ള സ്റ്റോറേജ് എങ്ങനെ ഉണ്ടാക്കാം? ഈ പാവപ്പെട്ടവരെല്ലാം ഇപ്പൊ ഈ വെള്ളത്തിന് വേണ്ടി കാത്തുക്കൊള്ളു. അല്ലാത്തവര് വല്ല കിണറോ കുഴലോ എന്തെങ്കിലും അടിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളം മേടിക്കും. ഈ അല്ലാത്ത ആളുകളാണ് ഈ ലൈൻ വെള്ളത്തിന് വേണ്ടി കാത്തിക്കുന്നത്. എന്നിട്ട് ഞാൻ വിളിച്ചേക്കുന്നവർ പറയണം നിങ്ങൾ സ്റ്റോറേജ് കൂട്ടുക, ആഴ്ചയിൽ 1 ദിവസം വെള്ളം വരുള്ളൂ എന്ന്. ഇവർ ഈ ആഴ്ചയിൽ 2 ദിവസം ഇടുന്ന വെള്ളം ഇവർക്ക് ഈ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ 1 ദിവസം ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എത്ര നന്നായിരുന്നു. എന്നിട്ട് സ്റ്റോറേജ് കൂട്ടാൻ സ്റ്റോറേജ് 7000 ലിറ്റർ വെള്ളത്തിന് ഒരു 5 സെന്റ് സ്ഥലമുള്ള ആളുകൾ 7000 ലിറ്ററിന് വേണ്ടിയിട്ട് ഒരു 4-5 ടാങ്ക് നിരത്തി വെച്ചാല് എത്ര സ്ഥലമാണ് അതിനല്ലേ? അതിനും കൂടെ ഉള്ള അന്തല്ലാണ്ടുള്ള ആളുകളാണ്. ഇപ്പൊ തൽക്കാലം ഇപ്പൊ 2000-ന്റെ ടാങ്ക് നമ്മളെ ഇതിന്റെ മുകളിലാണ് കഴിഞ്ഞ ദിവസം കാണിച്ചതില്ലേ. പിന്നെ 1000-ന്റെ ടാങ്ക് ഇപ്പൊ വരന്റെ മുകളിൽ വെച്ചിരിക്കണേ. ഇഞ്ഞും ഓരോ കണക്കനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇഞ്ഞും ആണ് 4000 ലിറ്റർ. എന്നാലും 7000 ലിറ്റർ ആവുള്ളൂ. ഇതിനുള്ള ടാങ്കൊക്കെ പടി ഇവിടെ കൊണ്ടുപോയിട്ട് വെക്കുക. ഇനിയിപ്പോൾ 2000-ന്റെ ടാങ്ക് കൂട്ടാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വേണ്ട 7000 റുപ്യ ടാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ 10,40,000 റുപ്യ വേണ്ടേ? 2000-ന്റെ ടാങ്ക് ഞാൻ ചോദിച്ചേക്കിന് ഏകദേശം 10 മുതൽ 15 റുപ്യ വരെയുള്ള ടാങ്കുകളാണ് വരുന്നത്. അപ്പോൾ 4 ചോദിക്ക് 2, 4, 6 6000 ലിറ്റർ ടാങ്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര റുപ്യ വേണമെന്നുള്ളത്? 15, 30, 45 റുപ്യോളം വരില്ലേ? ഇതൊക്കെയാണ് ഒരു പറയണ വർത്താനം. പിന്നെ നമ്മൾ അയൽവാസി വെള്ളം തരാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞു തരാം. മൂപ്പരാണെന്നുണ്ടെങ്കിലോ തൊള്ളോണ്ട് മാത്രമേ വെള്ളം തന്നുള്ളൂ. പൈപ്പിൽ കൂടി ഇങ്ങോട്ട് വെള്ളം വന്നില്ല. ചില ആളുകൾ അങ്ങനെ കേട്ടോ നമ്മളോട് പറയും ഞങ്ങൾ സഹായിക്കാം അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാന്നൊക്കെ തൊള്ളോണ്ട് പറയും. പക്ഷെ ഞാനിതിന്റെ മുന്നേ മൂപ്പരോട് 2 തവണ മൂപ്പര് എപ്പോഴും കാണുമ്പോൾ പറയും വെള്ളത്തിന് വേണമെന്നിട്ട് പറഞ്ഞോണ്ടോ നിങ്ങൾ തൊടു കൂടി തന്നെ പൈപ്പ് വേണം അവിടെ ഓണാക്കിയാൽ പോരെ വെള്ളം കിട്ടുമല്ലോ എന്നൊക്കെ മൂപ്പര് ഇങ്ങനെ പറയട്ടോ. അപ്പൊ നമ്മള് വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ചോദിച്ചാൽ മൂപ്പര് അടിച്ചേരുന്നൊക്കെ. നമ്മള് 2-3 പ്രാവശ്യം മൂപ്പർക്ക് വിളിച്ചു. മൂപ്പര് കാരണം നമ്മുടെ വാടക വീട്ടിലെ ആളില്ല വന്നിട്ട് അടിച്ചേരാൻ വേണ്ടി ഞാൻ ചെന്നൈക്കിന് മൂപ്പര് ഇവിടുന്ന് വാടക വീട്ടിൽ കാരണം മൂപ്പര് അങ്ങോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. അവിടെ വെള്ളം അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. മോട്ടർ ഇട്ടേക്കുന്നുണ്ട് വെള്ളം വരുന്നില്ല. പിന്നെ നമ്മൾ വിളിച്ചാൽ നിർത്തി. കാരണം ഇതിന് മുന്നേ നമ്മൾ 2 വട്ടം മൂപ്പരോട് ഇതേപോലെ ചോദിച്ചിട്ടും
മൂപ്പര് വെള്ളം അടിച്ച് തന്നിട്ടില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോൺ വിളിച്ചെടുക്കൂല, അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ നമ്മള് തൽക്കാലം നമ്മൾ അയൽവക്കത്തുനിന്ന് അവിടുന്ന് വെള്ളം കോരി എടുത്തോ. ഐറ്റംസ് ഒക്കെ റെഡി ആയോ? അപ്പൊ സംഗതി നമുക്ക് കിണറില്ലാത്തോണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നില്ല. താഴത്ത് കുഴൽക്കിണറുണ്ട്. ഒരു കാര്യം പറഞ്ഞിട്ടാണ് വളരെ കാണാൻ നല്ല രസമുണ്ട്. ബാക്കി തിന്ന് നോക്കുമ്പോഴല്ലേ മുത്തൂസ് അറിയുള്ളൂ. അപ്പോ ചില ആളുകൾ അങ്ങനെയാണ്, നമുക്ക് വെള്ളമില്ലല്ലോ പോലെ പിന്നാലെ അങ്ങനെ നടക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്തോ ഞാൻ ഓരോട്ടം രണ്ടോട്ടം മൂന്നോട്ടൊക്കെ ചോദിക്കാന്നല്ലാണ്ട് പിന്നെ നമ്മൾ ചോദിക്കൂല. നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നല്ലാണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. താഴത്ത് കോൽക്കിണറുണ്ട്, പക്ഷെ അതില് ഓൽക്കുള്ള തന്നെ വെള്ളം തയ്ച്ചിട്ടുണ്ടാവില്ല. 1 മണിക്കൂറൊക്കെ ഇട്ടാലേ ഓൽക്കൊരു ടാങ്ക് ഫുള്ളാവുള്ളൂ. അത്രയും സ്ട്രോവാണ്, പിന്നെ വെള്ളം കുറവല്ലേ, അതിനാണ് പോയത്. അതിന് കിണർ എന്തെങ്കിലും കുത്തണം. അതിനിപ്പോ ഈ പറഞ്ഞ പോലെ ഏകദേശം 80,000 1 ലക്ഷം ഉറുപ്പ്യൊക്കെ വരും. ഇൻഷാല്ലാ പൈസ ഒന്നാവട്ടെ. കോൽക്കിണർ കിണറിന് കുത്താൻ തൽക്കാലം ഇപ്പൊ എങ്ങനെയൊക്കെയാണ് പോട്ടല്ലേ മുത്തൂസ് വെള്ളമൊക്കെ പിടിച്ചു വെച്ചോക്കണം. ഇതുണ്ടാവും ചിരിച്ചു നടക്കുന്നത് ഒരു വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ചാണ്. എത്ര മാസമായത് മുത്തൂസ്? 1 മാസം കഴിഞ്ഞോ? ഫെബ്രുവരി എത്രയാണിപ്പോ ഇത് മേടിച്ചത്? ജനുവരി ലാസ്റ്റ് അല്ലേ? ഫെബ്രുവരിയിലെ വന്നത്. ഈ വണ്ടി ഉണ്ടാവും ഇത്ര വേഗം 2 കഷ്ണാക്കി ഇട്ടുവിന്. പിന്നെ ആരാണ്? ആദ്യമല്ല ദാനു. 2 കഷ്ണാക്കിയിട്ട് 1 കഷ്ണത്തെ പടിയും 1 കഷ്ണം എന്നിട്ട് ഞാൻ നേരത്തെ ഒന്ന് റെഡി ആക്കി കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം വീണ്ടും 2 കഷ്ണാക്കി. 2 തന്നെ. ഈ ജന്നെ ഏന്ന് പറഞ്ഞു വരണ്ടേ? ഈ ജന്നാണ്. അല്ല ഇജാണ്. ഈ ജന്നാണ്. എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും. ഈ ജന്നാണ് ഞാൻ എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും. ഈ ജന്നാണ്. ഇവനാണ് കേരളത്തിന് ആള്. എല്ലാരും കണ്ടോളെ. കുട്ടികളെക്കാൾ കഷ്ടാണ്. ഞാൻ നല്ലപോലെ ഉണ്ടായിക്കാണ്. ഇപ്പച്ചി കേടെടുത്തിയാ? ഇപ്പച്ചി തന്നെ പൊട്ടിക്കല്ലേ? ഇപ്പച്ചിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ലല്ലേ? എനിക്ക് പണിയുണ്ട്. ഞാനവിടെ നെയ്ച്ചോറുണ്ടാക്കാം. മുത്തൂസിന്റെ പണികളൊക്കെ നേരത്തെ തീർന്നല്ലേ? മുത്തൂസ് കുറച്ച് നേരത്തെ പണി തുടങ്ങിക്കണം. കാരണം ഒന്ന് വെള്ളിയാഴ്ച അല്ല, ഞാൻ ജുമാക്ക് പോയി വന്നപ്പോഴത്തേന് വെള്ളം നിറച്ചേക്കലും അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുത്തൂസിന്റെ പണികൾ ആ ഫ്ലോയിലാണ് തീർന്നു പോയി. മുത്തൂസ് വെച്ച കിടന്നിറങ്ങിയില്ലേ? മുത്തൂസേ, അപ്പോ എന്താ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? സബ്സ്ക്രൈബേഴ്സിനോട് ഞങ്ങളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുക അല്ലേ? ചാനൽ ഒരു കാര്യം ചോദിച്ചാൽ മുത്തൂസാറാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെന്താ. ആയിക്കോട്ടെ. ഇന്ന് കാര്യമായിട്ട് മുത്തൂസിന്റെ സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് മുത്തൂസ് തന്നെ എല്ലാ കാര്യങ്ങളും മുത്തൂസ് തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നലെയൊക്കെയെന്ന് പറയുമ്പോൾ വെള്ളമില്ലാത്തതിന്റെ സങ്കടമായിരുന്നു മുത്തൂസിന്. ഇന്നിപ്പോൾ ഇല്ലല്ലോ. എന്നിട്ട് ഇന്നത്തെ വെറൈറ്റി ഇപ്പൊ നല്ല മുത്തൂസേ ഇറാനി പോള ഒരു മുത്തൂസിന്റെ ഒരു മാസ്റ്റർ പീസ് ആണെന്ന് പറഞ്ഞ മുത്തൂസ് അല്ല മുത്തൂസേ? കാണാൻ നല്ല ഭംഗിയുണ്ട്. തിന്നും പറയാ കാണാൻ അടിപൊളിയാണ്. പിന്നെ വെള്ളപ്പം, പിന്നെ ചിക്കൻ സ്റ്റൂ. ചിക്കൻ സ്റ്റൂ, അതേപോലെ തന്നെ മുത്തൂസ് നെയ്ച്ചോറും ഉണ്ടായിക്കണോ. ഇത് അപ്പം തെകിലേച്ചിട്ട് മുത്തൂസ് ഉണ്ടാക്കിയാണ് നെയ്ച്ചോറ് അല്ലേ? പിന്നെ ഫ്രൂട്ട്സും ചായയും നാരങ്ങളും അല്ലേ?
ഇത്ര ഐറ്റംസുകളാണ് അപ്പം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നോമ്പുതറ ഒന്നും ഇല്ലല്ലോ, നോമ്പുതറന്റെ സാധനങ്ങൾ എടുത്തേക്കുന്ന വരെയുള്ള വീഡിയോ ഉള്ളല്ലോ എന്നുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണ്ട എന്നുള്ള രൂപത്തിൽ ആ എടുക്കാണ്ടിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ആ അപ്പോൾ ബാങ്ക് കൊടുത്തു. മുറിച്ചിട്ടില്ലല്ലോ. അത് അങ്ങനെ എന്താണ് ഞാൻ മുറിച്ചെന്ന ഉണ്ടാക്കിയത് ചെയ്യാകുമ്പോ എന്നെ മുറിച്ചേരണ്ടേ? തണ്ണി ഇതാണ് പ്രശ്നം. ഞങ്ങൾക്ക് ഒരു സാധനം കൊടുത്ത് സമയത്ത് ഞാൻ മുറിക്കാൻ വന്നൊക്കെ മുത്തൂസ് എന്നിട്ട് അഭിപ്രായം പറയൂ. ഞാനുണ്ടാക്കി ഞാൻ ടീച്ചറിന്റെ പോലൊക്കെ ഉണ്ടോ? കുട്ടി ഇഷ്ടല്ലേ? മിക്സൊക്കെ ഉണ്ട്. കുറച്ച് മയൻസ് കൊണ്ടെങ്കിൽ ഒന്നും രസമായിരുന്നു അല്ലേ? മയൻസ് ഇതിലേക്ക് ഉപയോഗിക്കൂല. ഷവർമ്മ പോളക്ക്, ഇത് ഇറാനി പോള, അത് നല്ല രസല്ലേ? ചങ്ങനെ ചെറുപൊളി കൊണ്ടുവാ. അപ്പൊ ഇന്നത്തെ വീട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നാളെ പുതിയ സ്പെഷ്യലും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാതെ വരെ.